കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും നല്ല മുട്ടം പണിയാണ് വരുന്നത്. നിങ്ങളുടെ വണ്ടിക്ക് AI ക്യാമറ പോലത്തുള്ള ഫൈൻ എന്തെങ്കിലും അടയ്ക്കാനായിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി MVD പിടിച്ചെടുക്കും. അതിന്റെ കൂടെ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് പണി തരും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ റീൽ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഫൈൻ അടയ്ക്കാനായിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അടയ്ക്കാൻ പറഞ്ഞേക്ക്. ചെക്കിങ്ങിന്റെ ഇടയിൽ MVD നോക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് കിട്ടിയ ഫൈനുകൾ, അതായത് AI ക്യാമറയുടെ ഫൈൻ എന്ത് ഫൈനും ആവാം, നിങ്ങൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ വണ്ടി MVD പിടിച്ചെടുക്കും. എന്നിട്ട് നിങ്ങൾ പിടിച്ചെടുത്ത വണ്ടി അവർ കൊണ്ടിടാൻ പോകുന്നത് MVDയുടെ ഓഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ആയിരിക്കില്ല. പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർ നടത്തുന്ന യാർഡിൽ കൊണ്ടുപോയിട്ടായിരിക്കും നിങ്ങളുടെ വണ്ടി വെക്കണേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെയുള്ള എല്ലാ ഫൈനും പെൻഡിങ് ആയിട്ടുള്ള അടച്ചു തീർക്കണം. അതിന്റെ കൂടെ നിങ്ങളുടെ ഈ വണ്ടി എത്ര നാൾ ഈ യാർഡിൽ അല്ലെങ്കിൽ സ്ഥലത്തിരുന്നോ അത്രയും ദിവസത്തെ വാടകയും കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയൊരു എമൗണ്ട് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി തിരിച്ചിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പണിയിലേക്ക് പോവാം. നിങ്ങൾ ഇൻഷുറൻസിന്റെ കൂടെ ഫൈനും കൂടി ചേർത്തടച്ചാലേ നിങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കി കിട്ടുള്ളൂ. അതായത് നിങ്ങൾ 2000 രൂപയാണ് ഇൻഷുറൻസ് അടക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് AI ക്യാമറയും ബാക്കിയെല്ലാം വഴി ഒരു 10,000 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ആ 10,000 കൂടി ചേർത്ത് 12,000 രൂപ അടച്ചാലേ നിങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കി കിട്ടുള്ളൂ. നല്ല കിടിലം പണിയല്ലേ? അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ പരിവാഹന്റെ ആപ്പിലോ അല്ലെങ്കിൽ പരിവാഹന്റെ വെബ്സൈറ്റിലോ കയറിയിട്ട് എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ വേഗം അടച്ചോ.